ഹായ്, ഞാൻ അനൂഷ് എത്തി. നിങ്ങളൊരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണോ? ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലും അഫർമേഷനും വിഷ്വലൈസേഷനും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. എത്ര പ്രാക്ടീസസ് ചെയ്തിട്ടും, ഗ്രാറ്റിറ്റ്യൂഡ് എത്രത്തോളം പ്രാക്ടീസ് ചെയ്തിട്ടും നിങ്ങൾക്ക് യാതൊരു വിധമായ റിസൾട്ടും കിട്ടാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ നാവ് കൊണ്ട് പറഞ്ഞിട്ടോ പേന കൊണ്ട് എഴുതിയിട്ടോ യാതൊരു വിധമായ കാര്യമില്ല. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അതൊരു ഫീലും ഇമോഷനും ക്രിയേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ, ജനറേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അത് നമ്മൾ ചെയ്യുന്നത് വെറുതെ യൂസ്ലെസ് ആയി പോകുന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അതിനകത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുന്ന സമയത്ത് കുറേ ഘടകങ്ങൾ കൂടിച്ചേരേണ്ടതായിട്ടുണ്ട്, കുറേ ഘടകങ്ങൾ നമുക്ക് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കൂട്ടിച്ചേർക്കേണ്ട ഘടകങ്ങൾ കൂട്ടിച്ചേർക്കുകയും ഒഴിവാക്കേണ്ട ഘടകങ്ങൾ ഒഴിവാക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഗ്രാറ്റിറ്റ്യൂഡ് കൃത്യമായ രീതിയിൽ വർക്കൗട്ട് ആവുകയുള്ളൂ, അല്ലെങ്കിൽ ഒരു നാച്ചുറൽ രീതിയിൽ വർക്കൗട്ട് ആവുകയുള്ളൂ. പലപ്പോഴും സംഭവിക്കുന്നത്, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമെങ്കിലും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അത് നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റാണ് ഇങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ദ ലോ ഓഫ് റിവേഴ്സ്ഡ് എഫേർട്ട് എന്നാണ്. അപ്പോൾ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് ലോ ഓഫ് റിവേഴ്സ്ഡ് എഫേർട്ടാണ്. ഈ ലോ ഓഫ് റിവേഴ്സ്ഡ് എഫേർട്ട് സംഭവിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് വർക്കൗട്ട് ആവാതെ പോകുന്നത്. അപ്പോൾ അങ്ങനെ സ്വാഭാവികമായ രീതിയിൽ നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ഒരു ഗ്രേറ്റ്ഫുൾനെസ്സോട് കൂടി, അല്ലെങ്കിൽ ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതോടുകൂടി ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്തിയെടുക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അപ്പോൾ എങ്ങനെയാണ് ഒരു നാച്ചുറൽ രീതിയിൽ ഗ്രാറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് അറിയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു 1 hour സെഷൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഘടകങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, കൃഷ്ണ യജുർവേദത്തിൻ്റെ ഭാഗമായ തൈത്തിരീയ സംഹിത, ശത്പത് ബ്രാഹ്മണ, ഇവയിൽ നിന്നാണ് നമ്മൾ പാലിക്കേണ്ട 5 ഘടകങ്ങളുമായിട്ടാണ് ഒരു മനുഷ്യൻ ജനിക്കുന്നത്. അപ്പോൾ ആ 5 ഘടകങ്ങളോട് നമ്മൾ നന്ദി പറയേണ്ടതായിട്ടുണ്ട്. ശരിക്കും 5 ഘടകങ്ങളാണ് നമ്മൾ നന്ദി പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനും ഈ ഒരു 1 hour സെഷൻ കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് ഈ ഒരു സെഷനിലേക്ക് പങ്കെടുക്കാനുള്ള ഒരു ചെറിയ ദക്ഷിണ, ഒരു 55 രൂപ മാത്രമാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ താല്പര്യമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമുക്ക് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.